വീഡിയോ ആണ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ബിജു തോമസ്. എൻ്റെ ക്യാമറമാൻ ഇപ്പോൾ നമ്മുടെ അനൂപ് ചന്ദ്രൻ, നമ്മുടെ ഉറ്റചങ്ക്. ഞങ്ങൾ നമ്മുടെ തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ അല്ലേ, എൻ്റെ പേര് മാ ഹോട്ടൽ അല്ലേ, മാ ഹോട്ടലിൽ ചെന്ന് നല്ല ഫുഡ് കഴിച്ച്. പക്ഷേ ആ ഫുഡ് കഴിച്ചതിലല്ല, അവിടെയുള്ള ഒരു വിശിഷ്ട വ്യക്തി നമ്മുടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഷിനോത്ത്, സവാരി യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥ ഷിനോത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. വളരെ നല്ലൊരു വ്യക്തിത്വം അല്ലേ, കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാൻ പറ്റിയതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ ഞാൻ പോകുന്നത് എൻ്റെ ചമ്പക്കുളത്തേക്കാണ്. അതായത് ഞാൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഞാൻ ഉണ്ടായ സ്ഥലമാണ് ചമ്പക്കുളം. കുറേ നാൾ അവിടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ പഴയ നൊസ്റ്റാൾജി ആയിരുന്നു. അന്ന് ഇതുപോലുള്ള റോഡുകളൊന്നുമില്ല. ഒരു പാലം കഴിഞ്ഞാൽ അവിടെ വണ്ടി നിൽക്കും. അടുത്ത പാലത്തോട്ട് ചങ്ങാടം കയറി കിടക്കണം, അടുത്ത പാലത്തിലോട്ട് പോകാൻ. ഇപ്പോഴത്തെ കാലമല്ല, ഒരു 10-30 കൊല്ലം മുമ്പുള്ള കാലം പറഞ്ഞു. ഇപ്പം പക്ഷെ ഒറ്റയടിക്ക് വണ്ടി അങ്ങ് എൻ്റെ വീടിൻ്റെ വാതിൽ ചെല്ലും. നേരെ വീട്ടിൽ ചമ്പക്കുളം പോവാ, പുളുങ്ങുന്ന് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടിയാണ്. ഇപ്പം ഒരു അര ദിവസത്തെ പരിപാടിയാണ്. അപ്പം എൻ്റെ ചമ്പക്കുളത്തേക്ക് അല്ല എൻ്റെ ചമ്പക്കുളം വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഈ ചമ്പക്കുളത്ത് വന്നു കഴിയുമ്പോഴല്ലോ നമ്മൾ ആദ്യം കാണേണ്ട ഒരു സംഭവമാണ്, കേട്ടില്ല, ചമ്പക്കുളം വള്ളംകളി, മൂലം വള്ളംകളി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തെ ചുണ്ടനാണത് ഈ കിടക്കുന്നത്. ഇതല്ലേ, നമുക്ക് ഏത് ചുണ്ടനാണെന്ന് നോക്കാം. നമ്മുടെ സ്വന്തം ചുണ്ടനാണ്, നമുക്ക് അതിൻ്റെ പേര് ഫ്രണ്ടിലുണ്ട്. നേരെ അങ്ങോട്ട് പോയതല്ലേ. ഇതിനൊക്കെ ഒരു കടക്കും കാര്യങ്ങളുണ്ട്. തുഴ ഇത്ര പേരെ ഇത്ര ഇത് സംഭവം. ഇനിയിപ്പോൾ ഇവർ ഈ സമയമാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ഇതൊക്കെ എഴുതി ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഏണ്ടൊക്കെ ഇട്ട് ഓയിൽ ഏണ്ടൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി അവിടെ ഇറങ്ങി തുഴ പ്രാക്ടീസ് ചെയ്യും. ചമ്പക്കുളം ഇതൊരു വികാരമായിരുന്നു, ഇവിടുത്തുകാർക്കൊക്കെ ഒരു വികാരമാണ് അതല്ലേ ചമ്പക്കുളം ചുണ്ടൻവള്ളം. ഈ ജൂൺ 20 സമയത്തെങ്ങാണ്ടാണ് ഇതിൻ്റെ അടുത്ത റേസ് നടക്കുന്നത്. അപ്പം മുമ്പേ പറഞ്ഞ കണക്ക് വള്ളത്തിൽ ഇതൊക്കെ പൂശി അതിനെന്തോ ഒരു പ്രത്യേക സാധനമുണ്ട്. അത് ചെയ്ത് എല്ലാ മെയിൻ്റെനൻസ് ഒക്കെ നടത്തി റോഡിൽ ഇതിനകത്ത് ഇറക്കും. ഒത്തിരി പ്രാവശ്യം കപ്പടിച്ചതാണ്. ഫോറിനേഴ്സൊക്കെ ഒത്തിരി കാണാൻ വരുന്നത് ഈ സംഭവം ചമ്പക്കുളം വള്ളംകളി. അപ്പൊ ഇത് ഒരാളങ്ങോട്ട് കറക്കുന്നത് എത്ര രൂപ? ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന തോന്നില്ല. ഇപ്പൊ ആ പാലം വന്ന കാരണം ഒത്തിരി കുറവുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ കൂടെ ചമ്പക്കുളത്ത്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി ഇപ്പുറത്തോട്ട് ഇതുകൊണ്ടൊക്കെയുള്ള വള്ളത്തേലാണ് അപ്പുറത്തിറങ്ങുന്നത്. ഇവിടെ പാലം പിന്നെ പൊരുക്കലിലെ പിള്ളേരില്ലേ, 5 വള്ളം നിറച്ച പിള്ളേർ ആണല്ലേ വരുന്നത്. ചേട്ടൻ ഇവിടെ ചമ്പക്കുളത്തല്ലേ ജനിച്ചു വളർന്നേ? ഞാൻ ചേനങ്കരി. വള്ളം സ്വന്തം വള്ളം സ്വന്തമാണ്, പക്ഷെ ഇത് PWD. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും നമുക്ക്. അതെ അതെ, ചെറിയ ശമ്പളമൊക്കെ ഉണ്ട്. ചെറിയ തുഴവള്ളമല്ലേ, അതോ മോട്ടറല്ലല്ലോ? മോട്ടറൊന്നുമില്ല. അതെ, മോട്ടറാണെങ്കിൽ നമുക്ക് അത് വഴിയൊക്കെ ഇപ്പൊ ഒന്ന് പോകായിരുന്നു. അതാ ചോദിച്ചത്, കാണാനായിട്ട് അത് വഴിയൊക്കെ ഇങ്ങനെയാണ് നമുക്ക് പറ്റും. നമുക്കിപ്പോ അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ കറങ്ങി കഴിച്ചൊക്കെ വരാം. അതായത് എന്നാ മനോഹരമായ സ്ഥലമാണ് അല്ലേ. നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻവള്ളം കണ്ടിട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് 2 സൈഡിലും നല്ല നെൽപ്പാടങ്ങളാണ്. അതായത് നമ്മുടെ പൂത്തു കഴിഞ്ഞ നെൽപ്പാടം കേട്ടിട്ടില്ലേ? പക്ഷെ ഇത് അതെ, അതുപോലെ നമ്മുടെ മനസ്സങ്ങ് പൂത്തില്ലേ. അതാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക്. ഇതുപോലെ യാത്ര എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ പറയും ആത്മാവിനൊരു കുളിരെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. ഇത് അതിനെക്കാട്ടും 1.5 ആത്മാവിന് കൂടുതൽ. കാരണം നമ്മൾ ഇതുവഴിയൊക്കെ ജനിച്ചു വളർന്ന് ഇങ്ങനെ നടന്നതായതുകൊണ്ടേ അതെ, അടിപൊളി നെൽപ്പാടങ്ങളും കാര്യങ്ങളും 2 സൈഡും ഉള്ളത്. പൊളി വൈബാണ്, പൊളി വൈബ്. തൊട്ടിപ്പുറത്തൊരു ഷാപ്പുണ്ട് ഇവിടെ. ഇതാണ് ന്യൂയോർക്ക് ഷാപ്പ്. ഇവിടെ വന്നിട്ട് ന്യൂയോർക്ക് ആ പുള്ളിയുടെ ഉടമസ്ഥൻ ന്യൂയോർക്കിലായിരുന്നു. അതുകൊണ്ട് എന്നായിരുന്നു എനിക്കറിയാം. അതുകൊണ്ട് ഇതാണ് ന്യൂയോർക്ക് കല്ല് ഷാപ്പ്. നല്ല കിടുക, അകത്തോട്ട് നല്ല വൈബാണ്. അത് കണ്ടില്ലേ, നല്ല ഞാനകത്ത് വീഡിയോ ഒക്കെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് ന്യൂയോർക്ക് ഷാപ്പ്. പണ്ട് കാലത്ത് ഇതുവഴി ഈ പാലമൊക്കെ വരുന്നതിന് നല്ല ഒഴുക്കായിരുന്നു. ആൾക്കാർ ഇങ്ങനെ പോവുകയും ഈ വള്ളത്തെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇപ്പം കണ്ടില്ലേ, തോട് കണ്ടില്ല, എല്ലാം പ്ലാസ്റ്റിക്കും. അതിൻ്റെ ഒരു ബ്യൂട്ടി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പലചരക്കടന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ചെറിയ ചെറിയ സാധനങ്ങൾ തൂക്കിയിടുക. എന്തെങ്കിലും പക്ഷേ ഇവിടെ ആരും ഇല്ല, അല്ല എന്തെങ്കിലും മേടിക്കാറുണ്ട്. മുട്ടായി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ചെറിയ കുറച്ച് ഐറ്റംസ്. ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ചെറിയ ചെയ്യാനുള്ള സംഭവം അടിപൊളിയാണ്. ചെറിയൊരു ഇത് അടച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ, സൂപ്പർ അല്ലേ. ഇതാണ് നമ്മുടെ ആറ്ററമ്പ്. അതായത് ആറ്ററമ്പിലോട്ട് പോകുന്നത്. നേരത്തെ അപ്പച്ചനൊക്കെ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് പതപ്പിക്കും പണ്ട് കാലത്ത്. ഇപ്പോൾ ഈ വള്ളമൊക്കെ കിടക്കുന്നില്ല, എല്ലാം മുങ്ങി കിടക്കുക. അതിൻ്റെ റീസൺ എനിക്കറിയാൻ പറ്റും എന്താണെന്ന്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആറ്ററമ്പ് വരെ ഒന്ന് പോവാം. ഈ പാലമേ ഞാൻ ജനിച്ചപ്പം തൊട്ടുള്ളൊരു പാലമാണ്. ഏകദേശം 40-45 വർഷം പഴക്കമുണ്ട്. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. അവിടെ ഒരു ഓട്ടിയിട്ടുണ്ട്, നമുക്ക് അതുവരെ ഒന്ന് പോകാം. ഇതുവഴി ഈ പാലപ്പുഴ റൂട്ടിലോട്ടുള്ള ബോട്ടെല്ലാം ഇതുവഴി പോകുന്നു. ആലപ്പുഴ, എടത്തുവ, കുട്ടനാടിൻ്റെ ഒരു ബ്യൂട്ടി വേറെ അല്ലേ. ഇവിടെ ഒരു കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആരും ഇല്ല. ഇപ്പോൾ എല്ലാം പോയി, കണ്ടില്ലേ. അതാ ബോട്ട് കെട്ടി. ഇതൊരു റിസോർട്ടും കാര്യങ്ങളും. ഇതേതോ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. പെട്ടെന്നായിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആലോചിച്ച് എനിക്ക് ഈ വെള്ളവും ബഹളങ്ങളും ഇല്ലാതെ ശാന്തസുന്ദരമായ മനസ്സ് ഈ വെള്ളത്തിലെ ഒഴുക്ക് പോകാനൊക്കെ ഒഴുകിപ്പോകും അല്ലേ. കറക്റ്റ് അല്ലേ? കുറച്ച് വെയിൽ പോയാൽ പക്ഷെ നല്ല സുഖമല്ലേ ഇവിടെ ഇരിക്കാനായിട്ട്. എന്നാ പൊളിയല്ലേ. ബോട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡില്ലേ എന്ന് പറയാനൊക്കെയുള്ളതാണ് ബോട്ട് സ്റ്റാൻഡ്.
അല്ല, ഇതാണ് ബോട്ട് ജെട്ടി. ബോട്ട് ജെട്ടി എന്നാണ് പറഞ്ഞത്. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഇതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ബോട്ട് ജെട്ടി. പണ്ട് കാലത്തെ ഈ ബോട്ടിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പം നമുക്ക് ഉള്ള ബോട്ടാണോ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കൈ കൊട്ടിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം ബോട്ട് വരും. അല്ല, എല്ലാം വന്ന് ഇവിടെ നിർത്തുമെന്ന് എനിക്ക് പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതെ നമ്മുടെ ചമ്പക്കുളത്തെ വീട്ടിലൊക്കെ പോയി നമ്മുടെ അങ്കിളിനെയും ആൻറ്റി ബ്രിജാൻ്റെയും പിള്ളേരെയും എല്ലാം കണ്ടു, കുറച്ച് സംസാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കയറേണ്ടത് നമ്മൾ കാണേണ്ടവരാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ചെന്ന് അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മുടെ ചമ്പക്കുളം വലിയ പള്ളിയിലോട്ട്, അത് നല്ലൊരു സീനാണ്. നല്ല അടിപൊളി പഴയ ഒത്തിരി ചരിത്രം ഉണ്ടെന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പടിപ്പുരിക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം. ഇത് ചമ്പക്കുളത്തെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഇതാണ് ആ ക്ഷേത്രം. നമ്മളിതിൻ്റെ വാതിൽക്കൂടാണ് നേരത്തെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ക്ഷേത്രം. കണ്ടോ, മനോഹരമായൊരു ക്ഷേത്രം. ആണ് ചമ്പക്കുളം ടൗൺ എന്ന് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ബസ് ഇവിടം വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇത് എടത്തുവായ്ക്കുള്ള റൂട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ആ റൂട്ടല്ലേ എടത്തുവാ റൂട്ടാണ് ഇതിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ബസ്സിലും കാറിലും ഒക്കെ പോകാം. പണ്ട് കാലത്ത് ഇവിടെ 1-2 ചെറിയ കടകളെ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഇച്ചിരി മാറി. ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ബസിലിക്ക അല്ലേ. സാമ്പാർ തോണി. സാമ്പാർ ഇതിനകത്തിട്ടാണ് ഉണ്ടാക്കുന്ന സംഭവം. അത് ചെറിയ വള്ളത്തിന് മുകളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഭയങ്കര പ്രശസ്തമാണ്. നമുക്കിനി നേരെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകും. അത് ഭയങ്കര കുടി വ്യൂ ആണ്. ഇതാണ് നമ്മുടെ പാലം. ഈ പാലത്തിന് നേരത്തെ ഇവിടെ പാലമില്ലായിരുന്നു. ഈ പാലം വന്നിട്ട് എനിക്കൊന്ന് 10-15 കൊല്ലമായെന്ന് തോന്നുന്നു. 15 അല്ല, അത് മുകളിലായി കാണും. നേരത്തെ അവിടുന്ന് എങ്ങനെ വെച്ചാൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ കടത്തിറക്കുമായിരുന്നു ആൾക്കാർ. അങ്ങോട്ട് ഇവിടെ ഇറങ്ങും, ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത, ഞാൻ ജനിച്ചത് ഇവിടെ ഒരു ആശുപത്രിയുണ്ട്. ഇവിടെ ജനിച്ച് മിഷൻ ആശുപത്രി എന്ന് പറയും. അതൊന്നും ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവിടെ ഇവിടെ അതൊക്കെ പൊളിച്ചു പോയി കാണും. അവിടെ ഞാൻ ജനിച്ചത്. അപ്പം നമുക്കറിയാവുന്ന ഓരോ പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ടോ? പോയാലോ? ഇത് ഭയങ്കര ഒരു ബിസിനസ്സാണ് ഈ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ അപ്പച്ചനൊക്കെ ഇതിൻ്റെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു, സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ പഴയ കാലത്ത് അരിയൊക്കെ പാടം ഉണ്ടായിരുന്നല്ലോ അപ്പച്ചനൊക്കെ. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണ് അവിടുന്ന്. പക്ഷേ ഇപ്പോഴും അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അടിപൊളിയായിരുന്നു. ചെറിയ ഹൗസ് ബോട്ട് ഉണ്ടാക്കായിരുന്നു. ഇത്രയും വലിപ്പമുള്ളതല്ല, ഇതിൻ്റെ ഒരു ചെറിയ വെർഷനുണ്ട്. പക്ഷേ നല്ല വലിപ്പമുള്ള സാധനമാണ്. അതൊക്കെ ഒന്നുണ്ടായിരുന്നു. ഇപ്പം എന്താ അടുത്ത ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഇത് അടുത്ത പോകുന്നു, ആൾക്കാരെ കൊണ്ട് പോകുന്നു. ഇത് ഭയങ്കര ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൗസ് ബോട്ട്. കണ്ടില്ലേ, ഇവർ ഇതിനകത്ത് ഫോറിനേഴ്സാണ്, മനസ്സിലല്ലേ. ഇവരിവിടെ കൊണ്ട് നിർത്തും. ഇതിന് ചുറ്റും കടകളുണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അവിടെ കയറി അവർ സാധനമൊക്കെ പർച്ചേസ് ചെയ്യും. എന്നിട്ട് അവരിങ്ങനെ പോകും. അപ്പോൾ ഇവിടെ വന്നാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇതിൻ്റെ കച്ചവടം ഇതിനകത്തോട്ട് ഭയങ്കര രസം നടന്നു പോകാനായിട്ട്. ആൻറ്റിക്ക് സാധനങ്ങളെല്ലാം ഇവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവിടെ നിന്ന് സാധനമൊക്കെ മേടിക്കുക, ഇവിടെ വന്ന് നിർത്തുക, പർച്ചേസ് ചെയ്യുക, അവർ ബോട്ടിൽ പോവുക. ഇഷ്ടം പോലെ ആൻറ്റിക് സാധനങ്ങളുണ്ട്. ബോട്ടിൻ്റെ ചെറിയ രൂപമൊക്കെ ഇരിക്കുന്നുണ്ടോ, ചെറിയ രൂപങ്ങൾ. അല്ല, ഭയങ്കര രസമുണ്ട് കാണാൻ. അതുപോലെ നല്ല വിലപിടിപ്പുള്ള ആൻറ്റിക് സാധനങ്ങളും അകത്തിരിപ്പുണ്ട്. ആനയുടെ രൂപം, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾക്ക് അവർക്ക് പർച്ചേസ് ചെയ്യാം. കണ്ടില്ലേ, ചെറിയ ജൂവലറി, തുണിത്തരങ്ങൾ, ഖാദിയുടെ അത് വേണം പറഞ്ഞാൽ അതെ. പക്ഷേ ഇതിനിടയിൽ കൂടി ഇങ്ങനെ നടവാ, ചെറിയ കച്ചവട സ്ഥാപനം അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ചെറിയ മാർക്കറ്റ് പോകണം ഇതിനകത്തൊക്കെ. നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതല്ലേ, ഇത് ചേട്ടൻ്റെ കടയാണ്. നമ്മളെ അറിയാമെന്നാണ് പറഞ്ഞത്. ചേട്ടൻ താതി ഇതെന്നാ ചേട്ടൻ സാധനം? ഇത് വന്നിട്ട് ആടിൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കുന്ന കാശ്മീരി പശ്മീന എന്ന് പറയും. ഓ, ആടിൻ്റെ തോല, ശരി കേട്ടോ, പശ്മീന. ഓക്കെ. അതിനെങ്ങനെ, ഇതിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ വില 1500 രൂപ. ആടിൻ്റെ തോലാണ്. ഇതിൻ്റെ വെയിറ്റ് 90 ഗ്രാമേ ഉള്ളൂ. 90 ഗ്രാം. ഇത് ഒട്ടും വെയിറ്റ് ഇല്ല, 90 ഗ്രാം. ഇതിന്റെ ഉപയോഗം തന്നെ നമുക്ക് പുതപ്പ് പോകണതോ തൂണുക. അപ്പൊ നമുക്ക് പറ്റിയ സാധനം. അപ്പൊ നമുക്ക് അതിൽ ഓസ്ട്രേലിയ എനിക്ക് 1-2 പേർ കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ മേടിക്കണ്ട, അതെല്ലാം മേടിച്ചോണ്ട് പോകും. അതാണ് ഇത് സിൽക്കും ആടിന്റെ തോലും കൂടെ മിക്സ് ആയി. അതായത് ഇത് വെയിറ്റ് വന്നു. ഇതിന് വെയിറ്റ് ഉണ്ട്. ഇഷ്ടംപോലെ ആന്റിക് പീസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് 3-4 ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാം അല്ലേ. ഇതെന്നാ സാധനം? ഇത് സിൽക്കായിരുന്നു. ഇത് ഭയങ്കര വിലക്കുറവാണ്. 500 രൂപ ഉള്ളൂ. 500 രൂപ ഉള്ളല്ലേ. ഇത് ലോങ് ഇപ്പം ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ചേട്ടാ? അവർ വരുന്നുണ്ടല്ലോ, ഇംഗ്ലീഷുകാർ. അത് ചേട്ടനെ പരിചയപ്പെട്ട സന്തോഷം. പേര് തങ്കച്ചൻ. സുവനീരൊക്കെ വാങ്ങിച്ചു നമ്മുടെ ഓസ്ട്രേലിയൻ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാം. ഇച്ചിരി നടന്ന് കാണാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ.
അപ്പോൾ ചമ്പക്കുളം ഒരു നൊസ്റ്റാൾജി വരുന്ന ഒരു അതാണ് നമ്മൾ വീണ്ടും വീണ്ടും വരും. ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ പണ്ട് കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ജനിച്ച ഒരു സ്ഥലമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനോടൊരു പ്രത്യേക ഇത് കാണും അല്ലേ. പക്ഷേ 1-2 നഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ മിഷൻ ആശുപത്രി പൂട്ടിപ്പോയി. പക്ഷേ ഇപ്പോഴും ആ പഴയ തനിമ നമ്മൾ ആ റോഡ് സൈഡിൽ കൂടെ നടക്കണം. പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പഴയ നല്ല രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാം കണ്ടു. പിന്നെ നമ്മൾ നേരെ കോട്ടത്തോട്ട് പോവാണ്. നമ്മളിപ്പം നിൽക്കുന്നുണ്ടല്ലോ ചങ്ങനാശ്ശേരി ചന്തയുടെ ഹൃദയഭാഗം 5 വിളക്ക്. ഇതാണ് 5 വിളക്ക്. 1, 2, 3, 5 അവിടെ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5 വിളക്ക് സ്റ്റോർ തൊട്ടപ്പുറത്തുണ്ടല്ലോ അതിമനോഹരമായ പൂക്കളാണ് അല്ലേ. അത് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. നമ്മുടെ സ്പടിക സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് ജമ്പ് ചെയ്യുന്നതൊക്കെ. അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു സംഭവമാണ്. അത് കണ്ടേക്കാം. ചങ്ങനാശ്ശേരി ഹൃദയഭാഗം നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരി. ഇവിടെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ പഴയ ഒരു ഇത് കണ്ടില്ലേ, ആ കെട്ടിടമൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ പഴയ കെട്ടിടങ്ങൾ. നമ്മുടെ മോഹൻലാലിന്റെ ഒരു ഇത് നടത്തുന്ന കൂത്തുപറമ്പിൽ നടത്തുന്ന അതൊക്കെ തൊട്ടപ്പുറത്തായിരുന്നു നടത്തുന്നത്. അതിലെ കെട്ടിടം ഇത് കണ്ടില്ലേ, ഈ ഓടുകൾ തന്നെ കണ്ടില്ലേ അങ്ങോട്ടൊക്കെ ഉള്ള. അത് ഒത്തിരി വ്യത്യാസമൊന്നുമില്ല. പഴയത് അത് അവിടുത്തെ ഉന്തുവണ്ടി സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ബോട്ട് വരുന്നതാണ്. ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിലാണ് മോഹൻലാൽ ഇങ്ങനത്തെ ഇന്നത്തെ ചെറിയൊരു മധുരം നിറഞ്ഞ ഓളം തുളുമ്പുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു മധുരം നിറഞ്ഞ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. അനൂപ് സാർ ആണ് വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്.